നടിയായിട്ടുള്ള ആഹാന കൃഷ്ണകുമാർ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ നിന്നും സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. 100% ഞാൻ അതിനെ യോജിക്കുന്ന ഒരാളാണ്. എന്ത് പൊതുശല്യമാണെന്നറിയാം ഇപ്പം അമ്പലങ്ങളും പള്ളികളും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അമ്പലങ്ങളിൽ ഉത്സവം ഉണ്ടാകും. ഒരു ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ വാല് പോലെ എല്ലായിടത്തും ഉത്സവം വരും, എല്ലായിടത്തും ലൗഡ് സ്പീക്കർ അടിയാണ്. അതുപോലെ തന്നെ വായനകൾ, അതുപോലെ തന്നെ ഈ സപ്താഹങ്ങൾ 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസമൊക്കെ ഇവർ ഭയങ്കര ഔട്ട് വെച്ചിട്ട് ബഹളം വെപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ സംഘങ്ങൾ ചേച്ചിമാർ കാണും. 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 സൗണ്ട് ആയിരിക്കും, ഓരോ പാട്ടങ്ങ് പാടും. നമുക്കിത് കേട്ടോണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ തന്നെ വിചാരിക്കും എന്തിനാ എങ്ങനെ ദ്രോഹിക്കുന്നത്. ഇത് തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്തു. അമ്പലത്തിലും പള്ളിയിലും ഒക്കെ മനുഷ്യന്മാർ ഒന്ന് സമാധാനത്തിന് വേണ്ടിയിട്ട്, എന്നാൽ ഇവരൊക്കെയാണ് ഇപ്പം നാട്ടിൽ സമാധാനക്കേട് ഉണ്ടാക്കിയിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റാണ്, അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്തിനാണ് താമസിക്കുന്നത്. അമ്പലത്തിൻ്റെ അടുത്ത് പോയി താമസിക്കുന്നതെന്നല്ല, അമ്പലത്തിനുള്ളിൽ നിർത്തണം ശബ്ദം. ഇത് പുറത്തേക്ക് കൊടുക്കുന്നത് ആൾക്കാരെ ദ്രോഹിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഗാനമേള പരിപാടിയൊക്കെ 10 മണി വരെ ഉള്ളതെന്നുള്ളൂ. പക്ഷേ ഇത് പറ്റത്തില്ല, അത് കഴിഞ്ഞ് വേണമെന്നുള്ള രീതിയിൽ MLA നിയമസഭയിൽ പ്രസംഗിക്കുന്നത് കണ്ടു. ഭൂമി കുലുക്കുന്ന രീതിയിലാണ് ഗാനമേള പരിപാടിയാണ്. ഇതുപോലെ ഓഡിറ്റോറിയത്തിനകത്ത് ക്ലോസ് ചെയ്ത് വെച്ച് നടത്തിയായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാവും. ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്തിനാണ് ഈ പബ്ലിക് സ്ഥലത്ത് വന്നിട്ട് കയറി ഇത്ര ബഹളം വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കുറെ ആൾക്കാർ ആഹാനെ കൃഷ്ണയെ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലെ പരിപാടിയുടെ സൗണ്ടിനെ പറ്റി. അമ്പലത്തിലെ പരിപാടി അതിന്റെ സൗണ്ട് അമ്പലത്തിനുള്ളിൽ നിൽക്കണം, കേൾക്കേണ്ടവർ അമ്പലത്തിലേക്ക് ഒരുങ്ങിപ്പോയി അത് കേൾക്കണം. ഇത് നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ വയ്യ, വീട്ടിൽ നിന്ന് കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തില്ലല്ലോ ഇതൊക്കെ. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യും.